എന്ന് പറഞ്ഞ കഥാപാത്രം ഇപ്പോൾ യൂട്യൂബിലെ മൊബൈലുകളിൽ മുഴുവൻ വളരെയധികം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇവിടെ കറുത്ത വർഗ്ഗക്കാർക്ക് എന്ത് കുറവാണ് ഇന്ത്യയിലുണ്ടായത്? അതാണ് എനിക്ക് ഒന്നാമത് ആ മകനോട് ചോദിക്കാനുള്ളത്. ഇവിടെ കറുത്ത വർഗ്ഗക്കാർ രാഷ്ട്രപതിയാണ്. ഇന്നത്തെ രാഷ്ട്രപതി ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു അമ്മയാണ്. പിന്നെ കറുത്ത വർഗ്ഗക്കാർക്ക് അംഗീകാരം കിട്ടണില്ല. ഗാന്ധിജി സഹനശക്തി കൊണ്ടല്ല ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നൊക്കെ ഈ മകൻ പറയുന്നത് കേട്ടു. ഈ മകൻ ഈ ലഹരി വസ്തു ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ പറയില്ല. കാരണം ഇത് വലിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുകയെന്ന് എനിക്കറിയാം. ഞാനും ഒരു കാലഘട്ടത്തിൽ അത് ഉപയോഗിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ മകനോട് എനിക്ക് പറയാനുള്ളത്, കുഞ്ഞുമക്കളെ വഴി തെറ്റിക്കരുത്. വേടനാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുക, വേടൻ്റെ കിടയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബങ്ങളാണ് പലരും. ഈ വേടൻ്റെ ഈ പാട്ടും ഡാൻസും കഥകളൊന്നും ഒരു 99% പേരും കണ്ടിട്ടില്ല. 1% ജനം മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ. അപ്പോൾ വേടൻ ഉപജീവനമാർഗം നടത്തി സുഖമായിട്ട് അവരുടെ കല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ജീവിക്കുക. നാടിനെയും വരും തലമുറയും വഴി തെറ്റിക്കാതിരിക്കുക. ഇതൊക്കെ പറയാണ്ടിരിക്കാൻ വയ്യ. കാരണം ഇന്ത്യ എന്ന ഈ മഹാരാജ്യം സ്വാതന്ത്ര്യം കിട്ടത് ഗാന്ധിജിയിലൂടെയല്ല എന്നൊരു ആശയക്കുഴപ്പം വരും തലമുറയ്ക്ക് കൊടുക്കാൻ ഈ മകന് കഴിഞ്ഞിട്ടുണ്ട്. ഈ മകനോട് എനിക്ക് വെറുപ്പും ദേഷ്യമൊന്നുമില്ല. ഈ മകനെ ഞാൻ നേരിട്ട് കണ്ടിട്ടുമില്ല. മകൻ കഞ്ചാവ് വലിച്ചിട്ട് മകന് പല പാട്ടുകളും എഴുതാൻ പറ്റുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യം. കഞ്ചാവ് വലിച്ചിട്ട് പലരും സിനിമ എഴുതിയിട്ടുണ്ട്. ഇവർ 90% സിനിമകൾ ഈ കഞ്ചാവ് വലിക്കാരൻ ഇങ്ങനെ എഴുതുന്നത്. അപ്പോൾ ഈ മകൻ ഇങ്ങനെ യുവജനങ്ങളെ, കുഞ്ഞുമക്കളെ, അവൻ തന്നെ പറയുന്നുണ്ടല്ലോ, ഞാൻ കാരണം കുഞ്ഞുമക്കൾ വഴിതെറ്റരുതെന്ന്. കുഞ്ഞുമക്കൾ വഴിതെറ്റും. ഈ സ്റ്റൈലും മാതിരിയും കണ്ട് ഇതുപോലത്തെ ആഘോഷങ്ങളും ഉത്സവങ്ങളും പോലെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ അവർക്കും അതാവാൻ, അങ്ങനെ ആവാൻ വഴിതെറ്റും. പിന്നെ വേടൻ എന്ന് പറഞ്ഞ ഈ വ്യക്തി നല്ലൊരു പേരൊന്നുമല്ല. വേടൻ എന്ന് പറഞ്ഞാൽ കെണി വയ്ക്കുന്നവൻ, വേട്ടയാടുന്നവെന്നാണ് അർത്ഥം. അത് എല്ലാവർക്കും അറിയാം. ഇതിന് യൂട്യൂബ് ചാനലുകാർ, അന്തകുന്തറിയാത്ത കുറേ യൂട്യൂബ് ചാനലുകാരുണ്ട്. അവർ ഇത് വളരെയധികം രീതിയിൽ പ്രചരിപ്പിച്ച് അവരുടെ റേറ്റിംഗ് കൂട്ടാനും പൈസ കിട്ടാനൊക്കെ വേണ്ടിയിട്ടുള്ള നാടകങ്ങളാണ്. പണം അതാണ് എല്ലാവരുടെയും ആവശ്യം. അപ്പോൾ ഇന്ത്യ എന്ന ഈ മഹാരാജ്യത്ത് രാഷ്ട്രപതിമാർ വന്നിട്ടുള്ളത് ഈ ദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇന്ന് ഭരിക്കുന്ന നമ്മുടെ രാഷ്ട്രപിതാവ് ആരാ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആലോചിച്ചാൽ കിട്ടുന്ന കാര്യങ്ങൾ അതൊക്കെ. വെറുതെ കറുത്തു എന്ന് പറഞ്ഞിട്ട് വെറുതെ മറ്റുള്ള കറമ്പന്മാരെ മുഴുവൻ വഴിതെറ്റിക്കരുത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതിന് മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് കാണുന്നവർ അത് വിലയിരുത്തി എന്തെങ്കിലും ചെറിയ വാക്കിൽ പ്രതികരിക്കണം. അല്ലെങ്കിൽ ഈ മകന് അന്താളിപ്പ് വരും. ഓക്കെ, താങ്ക് യു.